കവറിനകത്ത് കെട്ടിയിട്ടേക്കുന്ന ബാഗൊക്കെ എന്റെ കയ്യിൽ തന്നിട്ട് സീരിയലെ കണ്ടോ. ഹായ്, ഞങ്ങൾ ഇന്ന് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. എന്താണ്, എവിടെയാണ് നമ്മൾ പോണത്? അൽബുബ്ര ബീച്ച്. നോക്കാം, ഇവർക്കെല്ലാം അറിയാം. അപ്പൊ ഇവിടെ കൂടെയാണ് ഞാൻ വന്നത്. എന്റെ ഫ്രണ്ട് രാജിയോ 2 മാസമായതൊക്കെ എല്ലാവരും അറിയാം, കറക്റ്റായിട്ട് അറിയാം. ഇവിടെ വിശ്വസിച്ച് ഞാൻ ഇവിടെ കൂടെ പോവാണ്. നല്ല ബോട്ടിന്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്താ അവിടെ സംഭവം എന്നൊന്നും അറിയത്തൊന്നുമില്ല. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അൽഗോബ്ര ബീച്ചിലേക്കാണ്. ഇവിടെ നിന്ന് നമ്മുടെ അക്കോമഡേഷൻ ഉള്ളൊരു 8-10 മിനിറ്റ് അത്രേ ഉള്ളൂ. ജസ്റ്റ് വാക്ക് ചെയ്ത് പോകാനുള്ള അത്ര ദൂരമേ ഉള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അവളെ ഇടയ്ക്ക് തന്നെ മസിലൊക്കെ പെരുപ്പിച്ച് കാണിക്കുക. നമ്മൾ അതിനിടയ്ക്ക് അവിടെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട്, അവിടെ കയറി ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു. വാങ്ങിച്ച് പതിയെ ഇങ്ങനെ നടക്കുക. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ചൂടെടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി അങ്ങ് വെച്ചു. ഭയങ്കര ഇറിറ്റേഷനാണ് ഈ സമയത്തൊക്കെ. നമുക്ക് ഇവിടെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടെ ഒരു ക്ലൈമറ്റ് ഇച്ചിരി സന്ധ്യ ആയി കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ആവും. അതെ അതെ, ഇപ്പം അത്യാവശ്യം നല്ല ചൂടിന്റെ സമയമാണ് ഇവിടെ. ഇപ്പോൾ ബിൽഡിങ്ങുകളുണ്ട്, ഞാൻ പറഞ്ഞില്ല, കളേഴ്സ് സെയിം അതുപോലെ കളേഴ്സാണ്. ഞാൻ ഇവിടെ മാത്രമല്ല, ഒമാനി മാത്രമല്ല, സൗദിയിലാണെങ്കിലും ഇത് തന്നെ സെയിം ബിൽഡിങ്സ് ഒക്കെ ഈ സെയിം ഒരു ക്രീം കളറാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ചൂടിനെ പ്രതിരോധിക്കാനൊക്കെയാണെന്ന് തോന്നുന്നു. ഇന്നാണ് ബീച്ച് ഏരിയയിലോട്ട് പോകുന്നതിൻ്റെ അവിടെ വഴി സൈഡിലൊക്കെ കുറേ നമ്മുടെ ഈന്തപ്പനത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അതിന് നിറയെ കായകളുണ്ട്. അതെല്ലാം വലയിട്ട് മൂടി വെച്ചിരിക്കുക. അതെല്ലാം പൊഴിഞ്ഞ് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വലയിട്ട് വെച്ചിരിക്കുക. ചിലത് പച്ചയാണ്, ചിലത് ഒരു നല്ല റെഡ് കളറായിട്ടുണ്ട്. അതിനകത്ത് തന്നെ വലയ്ക്കകത്ത് തന്നെ പൊഴിഞ്ഞ് കിടപ്പുണ്ട്. കണ്ടോ, വലയ്ക്കകത്ത് തന്നെ ഇഷ്ടംപോലെ പൊഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പം ഇത് ഏകദേശം ഇവിടുത്തെ ഒരു ടൈം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഓൾമോസ്റ്റ് എല്ലാം വിളവെടുപ്പെല്ലാം കഴിഞ്ഞ സമയമായി. ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ഏകദേശം എല്ലായിടത്തും തീരും. അങ്ങനെയാണ് ഇവിടെ ഞാൻ കേട്ടിട്ടുള്ളത്. ഉണ്ടോ ഈന്തപ്പനയുടെ ചൂട്ടില് പൊഴിഞ്ഞെടുക്കുന്നുണ്ടോ? ഒരുപാട് നല്ല വലിപ്പമുള്ള കായൊക്കെ ഉണ്ടോ? നമ്മൾ നടന്ന് ബീച്ചിന് സൈഡിലേക്ക് എത്തി. ബീച്ച് ഏരിയ അങ്ങ് ദൂരെ നമുക്ക് ബീച്ച് കാണാം. വെള്ളം കണ്ടോ? ഒമാനിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ബീച്ച് ഏരിയ അടുത്ത് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയത്. വോളിബോൾ കോർട്ടൊക്കെ ഉണ്ട്. അതുപോലെ പുറത്തൊക്കെയാണ് കുട്ടികളൊക്കെ ബോളൊക്കെ കളിക്കുന്നുണ്ട്. കുറച്ച് ഫാമിലീസൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് ഇരിപ്പുണ്ട്. ഇങ്ങ് ദൂരെ കാണാം, നമുക്ക് കടലിങ്ങ് ദൂരെ കാണാം. കുറച്ച് വെയിലൊന്ന് കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഒരു വലിയ ചൂട് തോന്നുന്നില്ല. ഒരു അത്യാവശ്യം പിള്ളേർക്കാണെങ്കിൽ കളിക്കാനും ഒക്കെ നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ചൂടുമില്ല, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ.
അവൾക്ക് ഇവരുടെ കൂടെ കളിക്കാനൊരു താല്പര്യം. അവിടെ പോയി ജോയിൻ ചെയ്തേ. അവള് ഭയങ്കര മോളുകാരി ആയതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാഗൊക്കെ എൻ്റെ കയ്യിൽ വന്നിട്ട് പുള്ളിക്കാരി അങ്ങ് കളിക്കാൻ കൂടത്തില്ല കൂടി. അവൾക്കൊരു ഭയങ്കര സങ്കടമായിരുന്നു കളിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. അതങ്ങ് തീർന്നു. പിന്നെ തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ ഇവിടെ ഗിഫ്റ്റ് മാർക്കറ്റിൽ ഒന്ന് കയറി. ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും വാങ്ങാനല്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.